ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വക്കീൽ നിർദ്ദേശിക്കുന്നുണ്ട് സച്ചിയോടും രേവതിയോടും ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരത്തിന് അത് വലിയ പ്രശ്നമാകും. എന്തായാലും എക്സാമും കാര്യങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ഭാവിയെ അത് ബാധിക്കും. നമുക്കത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ അമ്മയോട് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന സമയത്ത് അമ്മ ഒരിക്കലും സമ്മതിക്കില്ല സാറേ എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്ക്, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ശരി സാറേ, എന്തായാലും ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്നും സച്ചിൻ രേവതിയും പോവുകയാണ്. അങ്ങനെ വേഗം നമ്മുടെ രവീന്ദ്രന്റെ അരികിലേക്ക് ചെന്നിട്ട് രേവതി കരഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവനൊരു തെറ്റ് പറ്റിയതാണ് അച്ഛൻ, എന്തായാലും അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അവന് എക്സാം ഒക്കെയാണ്, അവൻ്റെ ഭാവിയെ ബാധിക്കും അതൊക്കെ. അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മയോട് പറഞ്ഞ് ഇത് കേസ് ഇല്ലാതാക്കണം, അത് പിൻവലിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരി ഞാൻ എന്തായാലും അവളോടൊന്ന് സംസാരിച്ച് നോക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ രവീന്ദ്രൻ ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആണല്ലോ നമ്മുടെ ചന്ദ്ര ഉള്ളത്. അപ്പം അങ്ങനെ ചെന്നിട്ട് രവീന്ദ്രൻ സംസാരിക്കുന്നുണ്ട് ചന്ദ്രയോടായിട്ട്. അപ്പം ചന്ദ്ര ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, ഇല്ല അങ്ങനെ ഞാൻ ചെയ്യേയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം രവീന്ദ്രന് അവൾ ആ വാക്ക് കേൾക്കാതെ വരുമ്പോൾ രവീന്ദ്രൻ തിരികെ വീട്ടിലോട്ട് വന്നിട്ട് സച്ചിയോടും രേവതിയോടും ആ ഒരു കാര്യം പറയുകയാണ്. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് അവൾ അനുസരിച്ചില്ല, അവൾ എന്തായാലും കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് വക്കീൽ തന്നെ നേരിട്ടിട്ട് ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയെ കാണാൻ വരികയാണ്. അങ്ങനെ ചന്ദ്രയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറ് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പിന്മാറിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ ലാഭം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറയുന്നുണ്ട്. അപ്പം എത്ര എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം 2 ലക്ഷം രൂപ തരാം, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാമെന്ന് പറയുമ്പോൾ എന്നാൽ ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിൻവലിക്കാം എന്നിങ്ങനെ ചന്ദ്ര സമ്മതിക്കുകയാണ്. എന്തായാലും വക്കീൽ ആ എമൗണ്ട്, ആ തുക സച്ചിയോടും രേവതിയോടും പറയുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. അത് റൂം കെട്ടാൻ വേണ്ടി കുറച്ച് ശേഖരിച്ച് വെച്ച പൈസ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ 1 ലക്ഷത്തിൻ്റെ പാതി പോലും എത്തുന്നില്ല. അങ്ങനെ അവർക്ക് ആകെ സങ്കടമായിരിക്കുകയാണ്. എന്തായാലും ആ സമയത്താണ് രവീന്ദ്രൻ ഇടപെട്ടിട്ട്, രവീന്ദ്രൻ തന്നെയാണ് അവർക്ക് ആരും അറിയാതെ പൈസ കൊടുക്കുന്നത്. ഈ പൈസ നിങ്ങൾ വക്കീലിന് കൊടുത്തിട്ട് ഈ കേസിൽ നിന്ന് ചന്ദ്രയെ പിന്തിരിപ്പിക്കുക, കുട്ടിയുടെ ഭാവി കളയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ രേവതി അതുപോലെ തന്നെ സച്ചി ആയാലും അച്ഛനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. അച്ഛനോട് നന്ദി പറയുകയും ചെയ്യുകയാണ്. രേവതി ആയാലും അച്ഛനോട് നന്ദി പറയുന്ന ഭാഗക്കുകയാണ് എന്തായാലും വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.